പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കോളുംബ ലിവിയ അല്ലെങ്കിൽ പ്രാവിൻ്റെ സ്കെലറ്റൽ സിസ്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ പോർഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതടക്കം 6 വീഡിയോ ഉണ്ട്. 5 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം 6ാമത്തേതായിട്ടുള്ള ഇതിലേക്ക് വരാം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹൈൻഡ് ലിംബും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന പെൽവിക് ഗേർഡിലിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, സോ സ്കെലറ്റൽ സിസ്റ്റം ഓഫ് ഹൈൻഡ് ലിംബ് ആൻഡ് ദ പെക്ടോറൽ പെൽവിക് ഗേർഡിൽ. ഓക്കെ, സോ ഹൈൻഡ് ലിംബ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കാലിൽ ഏതൊക്കെ ബോണിൻ്റെ പേരുകളുണ്ടോ അതേ പേരുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റുക. പക്ഷേ ബേർഡിൻ്റെ കേസിൽ ജനറലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഫീച്ചർ ആണ് എന്നുള്ളത്. റിജിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആയിട്ടും നമുക്ക് ഈ ഫ്യൂഷൻ നമുക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേ ഫ്യൂഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത്, മെയിൻ ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഫീമർ ആണ്. അതായത് നമ്മൾ തൊടയല് എന്ന് പറയുന്ന സംഗതി പോലെ ഇതിന്റെ മെയിൻ ബോൺ. ഓക്കെ, സോ ദ തൈ ഈസ് സപ്പോർട്ടഡ് ബൈ ഷോർട്ട് സ്ലെൻഡർ ബോൺ ദറ്റ് ഈസ് കോൾഡ് ഫീമർ. ഓക്കെ, ഫീമർ ആണിത്. ഇനി ഫീമറിന്റെ പ്രോക്സിമൽ എൻഡും ഡിസ്റ്റൽ എൻഡും എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് 2 കോണ്ടൈൽസ് ഹിയർ. അല്ലേ, 2 കൊണ്ടൈലുണ്ട് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് ഫിബുല ആൻഡ് ടിബിയോടാർസസ്. And then proximal end എടുക്കുകയാണെങ്കിൽ you can find a head and another process called a trochanter. So the proximal extremity bears a rounded head and a prominent ridge called a trochanter. Okay, trochanter പേര് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. Now the distal extremity bears 2 pulley-like condyles. എന്തിനു വേണ്ടിയിട്ടാണ് condyle? For articulation with the fibula and tibiotarsus. Okay, so in between condyle you can find a small groove, and that is known as the intercondylar fossa. Clear ആണല്ലോ? Now the shank region എന്ന് വെച്ചാൽ നമ്മൾ മുട്ടിന് താഴേക്കായിട്ട് നമുക്ക് സാധാരണയായിട്ട് ടിബിയയും ഫിബുലയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഇതിൽ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പേര് ചെറിയൊരു മാറ്റമുണ്ട്. സോ എനിവേ ഷാങ്ക് റീജിയൻ ഈസ് സപ്പോർട്ടഡ് ബൈ 2 ബോൺ. ഒന്നാമത്തത് ടിബിയോടാർസസ് ആണ്. ടിബിയോടാർസസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോൺ അല്ല, മറിച്ച് ഇറ്റ്സ് എ കോമ്പൗണ്ട് ബോൺ. എങ്ങനെയാണ് ഉണ്ടായേക്കുന്നത്? ബൈ ഫ്യൂഷൻ ബിറ്റ്വീൻ ടിബിയ ആൻഡ് പ്രോക്സിമൽ ടാർസൽസ്. നമ്മൾ ടാർസൽസ് നേരത്തെ കാർപ്പൽ കണ്ടതുപോലെ ഉള്ള ജംഗ്ഷനിൽ കാണുന്നതാണ്, കാലിൻ്റെ ജംഗ്ഷനിൽ കാണുന്നതാണ് എന്ത്? ടാർസൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ പ്രോക്സിമൽ ടാർസൽസുമായിട്ട് ടിബിയ ജോയിൻ ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടായേക്കുന്ന ഒരു മെയിൻ ബോണാണ് ടിബിയോടാർസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാങ്ക് റീജിയനിലുള്ള രണ്ടാമത്തെ ബോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി ഫിബുല. അപ്പം ഫിബുലിയും ടിബിയോടാർസസും ആണ്. നോർമലി നമ്മുടെ ബോഡിയിൽ അത് ഫിബുലിയും ടിബിയാണ്. ഇതിവിടെ ടിബിയോടാർസസ് ആണ് എന്നുള്ളത് ഓർക്കാം. Now ഈ ടിബിയോടാർസസും ഫിബുലിയും എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കുലേറ്റ് വിത്ത് ദ കൊണ്ടൈൽസ് ഓഫ് ദ ഫീമർ. ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണ് കൊണ്ടൈൽസ് ഉള്ളത് എന്നുള്ളത്, അല്ലെ? ഫീമറിന്റെ കേസിൽ എന്തിനാണ് ഡിസ്റ്റൽ എൻഡിൽ കൊണ്ടൈൽ എന്നുള്ളത്? ആർട്ടിക്കുലേഷൻ വിത്ത് ഫിബുല ആൻഡ് ടിബിയോടാർസസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അതുപോലെ ടിബിയോടാർസസും ഫിബുലിയും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു കൊണ്ടൈലുമായിട്ട്, കൊണ്ടൈൽ ഓഫ് ദ ഫീമർ to form the knee joint. ഇനി ഈ knee jointൽ you can find another special feature. നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ളത് പോലെ തന്നെ നമ്മളെ മുട്ടിനെ ചിരട്ട എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഗതി എന്താണത്? A sesamoid bone and that is known as the patella. അത് നമ്മുടെ കാലിലുള്ള അതേ സംഭവം തന്നെ you can find there in the bird also. So at the extensor side of the knee joint a sesamoid bone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർട്ടിലേജും അല്ല, അതായത് നമ്മൾ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്, പക്ഷേ ഒറിജിനൽ ബോൺ അല്ല. ഓക്കെ, സോ ഡെവലപ്ഡ് ഫ്രം ദ ടെൻഡൻ ആണ്. ടെൻഡൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെന്റ്, ടെൻഡൻ എന്നുള്ള വാക്കുകൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ലിഗമെന്റ് സെയിം അല്ലെ, ബോൺ ടു ബോൺ ആണ് നമ്മൾ ലിഗമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ മസിൽ ടു മസിൽ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ ആണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ബോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീസ്മോയിഡ് ബോൺ എന്ന് വിളിക്കുക. സോ സീസ്മോയിഡ് ബോണാണ് ആര്? പേറ്റല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ ക്യാപ്പ് എന്ന് പറയുന്നത്, മലയാളത്തിൽ ചിരട്ട, മുട്ടിന്റെ ചിരട്ട എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അതവിടെ എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫീമർ, ഫിബുല ആൻഡ് ടിബിയോടാർസസ്. ക്ലിയർ ആണല്ലോ? അതാണ്
patella എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നൗ ഡിസ്റ്റലി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഫിബുല എന്ന് പറയുന്നതും ടിബിയോടാർസസും കൂടെ ജോയിൻ ചെയ്തിട്ടൊരു സിംഗിൾ ബോൺ പോലെയാണ് ഇതിന്റെ താഴോട്ട് പോകുന്നത്. അപ്പം ഡിസ്റ്റൽ എൻഡിൽ എന്തുണ്ട്? ഫിബുലയും ടിബിയോടാർസസും കൂടെ ജോയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം സോ ഡിസ്റ്റലി ഫിബുല ആൻഡ് ടിബിയോടാർസസ് മീറ്റ് ആൻഡ് ഫ്യൂസ് ടുഗദർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. നമ്മൾ ബാക്കിയുള്ള ആനിമൽസിൽ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബേർഡ്സിൽ കാണുന്നൊരു ക്യാരക്ടറാണത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നൗ in the tarsus region, separate tarsals are absent in the adult. എന്ന് വെച്ചാൽ കുഞ്ഞു കോയി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സെപ്പറേറ്റഡ് ബോൺസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിലും 206 ബോണാണ് അഡൾട്ടിൽ എന്ന് പറയുന്നത്. പക്ഷേ അത് യങ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഫീറ്റൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ഏർലി ലൈഫ് സ്റ്റേജിലോ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് മോർ നമ്പർ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ബോൺസ് ആർ നോട്ട് ഫ്യൂസ്ഡ്, സെപ്പറേറ്റ് ആയിരിക്കും. അത് പിന്നീടാണ് ഡെവലപ്പ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഒറിജിനൽ ബോൺസ് ആയിട്ട് മാറുന്നത്. അപ്പം അതുപോലെ അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഫ്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ബേർഡ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ എന്ന് വെച്ചാൽ അഡൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാർസൽ റീജിയൻ യു കനോട്ട് ഫൈൻഡ് എനി സെപ്പറേറ്റ് ടാർസൽസ്. ഓക്കെ, ഇപ്പം ടാർസൽസ് ആർ ആബ്സെന്റ് ഇൻ ദി അഡൾട്ട്. അപ്പം എംബ്രിയോയിൽ എന്തുണ്ട്? യു ക്യാൻ ഫൈൻഡ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ റോസ് ഓഫ് ടാർസൽസ്. പ്രോക്സിമൽ റോ എന്ന് പറയുന്നത് 2 ടാർസൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ആസ്ട്രാഗാലസ് ആൻഡ് കാൽക്കേനിയം. ഓക്കെ, സോ കാൽക്കേനിയം ആസ്ട്രാഗാലസും കൂടെ ചേർന്ന് അതാണ് 2 ടാർസൽ. ഇവിടെ പ്രോക്സിമൽ റീജിയനിലുള്ള 2 ടാർസൽ എന്ന് പറയുന്നത് അതാണ്. Now later on what will happen? They will be fusing. So in the adult you cannot find. So you will be finding it fused with the tibia and that is known as now എന്താണ്? Tibio-tarsus അല്ലേ. അപ്പോൾ പ്രോക്സിമൽ റോയിൽ കാണുന്ന ടാർസൽസ് ആയിട്ടുള്ള ആസ്ട്രാഗാലസ് ആൻഡ് കാൽക്കേനിയം ഫ്യൂസസ് വിത്ത് ടിബിയ ഫോം ദി Tibio-tarsus in the adult. Now distal ആയിട്ട് നമുക്ക് എത്ര കാണാൻ വേണ്ടിയിട്ട് പറ്റും? 3 ടാർസൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്താണ്? Fuse with the second, third and fourth metatarsus, and as a result that will be forming a compound bone known as the tarsometatarsus. Carpometacarpus നമ്മൾ നേരത്തെ കണ്ടു അല്ലേ ഫോർ ലിംബിന്റെ കേസിൽ. അതുപോലെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മെറ്റാടാർസൽസുമായിട്ട് റിമൈനിങ് ആയിട്ടുള്ള 3 ഡിസ്റ്റൽ ടാർസൽസ് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ടാർസോമെറ്റാടാർസസ് എന്ന് പറയുന്ന ഒരു ഫ്യൂസ്ഡ് ബോൺ ഉണ്ടാവുന്നു. ഓക്കെ, ഇവിടെ ടാർസോമെറ്റാടാർസസ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ക്ലിയർ ആണല്ലോ, ടാർസോമെറ്റാടാർസസ്. നൗ അപ്പം ആങ്കി ജോയിന്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ 2 rows ഓഫ് ടാർസൽസ് ആൻഡ് നോട്ട് ബിറ്റ്വീൻ ദ ടിബിയ ആൻഡ് പ്രോക്സിമൽ ടാർസൽസ്. എന്ന് വെച്ചാൽ ടാർസൽസിന് ഇടയിലായിട്ടാണ് നമുക്ക് ആങ്കിൾ ജോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സാധാരണയായിട്ട് എവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക? ടിബിയും ഫിബുലിയും ചേർന്ന് പിന്നെ പ്രോക്സിമൽ ടാർസൽസ് ആ ജംഗ്ഷനിലാണ് കാണുക. പക്ഷെ ഇവിടെ ടാർസലും ടിബിയും കൂടെ ചേർന്നിട്ട് ഒരു യൂണിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പോയിന്റിലല്ല ആംഗിൾ ജോയിന്റ് കാണുന്നത്, മറിച്ച് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ 2 rows ഓഫ് ടാർസൽസ്. ഏതാണ് 2 dorsal? പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ റോസ്. ക്ലിയർ ആണല്ലോ. So it is called intertarsal or mesotarsal joint. So നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാം, why angle joint in bird is known as intertarsal or mesotarsal joint? അങ്ങനെ ഒരു ചോദ്യം വരാം. ഓക്കെ, why angle joint angle joint in birds are known as intertarsal or mesotarsal. അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പം ഇപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ഇൻ കേസ് ഓഫ് ദ ബേർഡ്സ് the proximal tarsal is in fusion with the tibia and as a result it will be forming the tibio-tarsus bone, and the joint is represented by the junction of proximal and distal tarsus. The distal tarsal is in fusion with the metatarsals and as a result it become tarsometatarsus bone. So the angle joint is between this particular tibiotarsus and we can find it as tarsometatarsus. Okay, അപ്പോൾ അതുകൊണ്ട് 2 rows ഓഫ് ടാർസസിന്റെ ഇടയിലാണ് ആംഗിൾ ജോയിന്റ് കാണുന്നത്. അങ്ങനെ ആംഗിൾ ജോയിന്റ് കാണുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇന്റർടാർസൽ ഓർ ദ മീസോടാർസൽ ജോയിന്റ് എന്നുള്ളത്. വൃത്തിയായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ. 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. Now we are having the pelvic girdle. നമ്മൾ പറഞ്ഞു ഫോർ ലിംബിന്റെ കേസിൽ ആക്സിയൽ സ്കെലറ്റനും
ലിംബും കൂടെ കണക്ട് ചെയ്യുന്ന പോർഷനാണ് എന്ത് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. അതുപോലെ ഹൈൻഡ് ലിംബിന്റെ കേസിൽ ആക്സിയൽ സ്കെലറ്റിനുമായിട്ട് കണക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ് എന്ത് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. സോ പെൽവിക് ഗേർഡിൽ ഓൺ ഈച്ച് സൈഡ് കൺസിസ്റ്റ് ഓഫ് എ കോമ്പോസിറ്റ് ബോൺ കോൾഡ് ഓസ് ഇന്നോമിനേറ്റം ഓർ ഇന്നോമിനേറ്റ് ബോൺ. ഇന്നോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത് ബോൺ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായതാണ്. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ഇലിയം ഇവിടെ കാണാം, ദെൻ പ്യൂബിസ് കാണാം, ഇഷ്യം കാണാം. ഈ 3 ബോൺ ജോയിൻ ചെയ്തിട്ടുണ്ടായേക്കുന്ന ഒരു കോമ്പോസിറ്റ് ബോണാണ് ആര് ഇന്നോമിനേറ്റം എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിലാണെങ്കിലും ഇലിയം, ഇഷ്യം, പ്യൂബിസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇന്നോമിനേറ്റം ഓർ ഇന്നോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഇലിയം, pubis and ischium. So the right and left os denominator do not form symphysis. നമ്മളെ കേസിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ ജംഗ്ഷൻ ഫോം ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ജംഗ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല, ബേർഡ്സിന്റെ കേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഓരോ സൈഡിലുള്ള ഓസിനോമിനേറ്റവും കണക്ട് ആയേക്കുന്നത് ആരുമായിട്ടാണ്? ഈ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ട്രക്ചറാണ് എന്ത് സിൻസേക്രം എന്ന് പറയുന്നത്. ഈ സിൻസേക്രമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണാം. നമ്മളൊക്കെ ബോഡിയിലാണെങ്കിൽ എന്താണ് ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, റൈറ്റും ലെഫ്റ്റും തമ്മിൽ അങ്ങനെ പ്യൂബിക് സിംഫൈസിസ് ഉണ്ടാകും. ഈ സിംഫൈസിസ് എവിടെ കാണുന്നില്ല? ബേർഡ്സിൽ കാണുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ വിത്ത് സിൻസാക്രം. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്തുകൊണ്ടാണ് ബേർഡ്സിന്റെ കേസിൽ സിംഫൈസിസ് കാണാത്തത് എന്നുള്ളത്? എന്തുകൊണ്ടാണ് കാണാത്തത്? ബിക്കോസ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ഇനോമിനേറ്റർ ഓർ ദ ഇനോമിനേറ്റർ ബോൺ ഈസ് ഇൻ ഫ്യൂഷൻ വിത്ത് ദ സിൻസേക്രം. അതാണ് അതിന്റെ റീസൺ. ഇത് എസ് എ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് പോയിന്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ട്, കാരണം അതാണ് ഒരു യുണീക്ക് ഫീച്ചറായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടതാണ്. അപ്പം എസ് എ ഒക്കെ എഴുതുമ്പോൾ ഇത് യുണീക്ക് ഫീച്ചറായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതിയിട്ട് അതിന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എസ് എയിലുള്ള മാർക്ക് കുറച്ചിലൊക്കെ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ മാക്സിമം മാർക്ക് കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എസ് എനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പ്രത്യേകം മനസ്സിലാവുന്ന തരത്തിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പരമാവധി സമയം നിങ്ങൾക്ക് എഴുതാൻ തന്നിട്ടുള്ള മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം ഉള്ള പോർഷൻ, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സാം ഹാളിൽ നിന്ന് എണീച്ച് പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെപ്രസെൻറ്റേഷൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് കുറയുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. നൗ പെൽവിക് ഗേർഡിലിന്റെ പോർഷൻ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഓസ് ഇനോമിനേറ്റം ഈസ് ഫോംഡ് ബൈ, ഞാൻ പറഞ്ഞു, ഫ്യൂഷൻ ഓഫ് 3 ബോൺസ് ആണ്. ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. അപ്പം ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് നമ്മൾ നേരത്തെ ഒരു ഇതിലും കണ്ടു അല്ലെ, ഫിഗറിലും കണ്ടതാണ്. സോ സിൻസാക്ര ഇവിടെ ഉണ്ട്. ഈ സിൻസാക്രസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് സിംഫൈസിസ് ഇല്ലാത്തത് എന്നുള്ളത്. ഓക്കെ, നൗ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ലാറ്ററലി എടുക്കുകയാണെങ്കിൽ at the junction of these 3 is a deep cup called acetabulum. നമ്മൾ നേരത്തെ ഫീമർ ബോൺ കണ്ടു അല്ലെ. ആ ഫീമർ ബോൺ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ വേണം അല്ലെ, അതിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്യാൻ. എന്നാലേ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അവിടെ ഉണ്ടാവുള്ളൂ, സൈനോവിയൽ ജോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീപ്പ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറാണ് അസെറ്റാബുലം. എവിടെയാണത്? laterally at the junction of these 3 bone. Now the head of the femur fits into this to form the hip joint. Hip joint ഉണ്ടായേക്കുന്നത് അങ്ങനെയാണ്. Now the center of the acetabulum is an opening called acetabular foramen. ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ ഹോളിനൊക്കെ ഫോറാമൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്ന അല്ല ഹോളിനെയും അല്ലെങ്കിൽ അപ്പേർച്ചറിനെയും നമ്മൾ പറയുന്നത് ഫോറാമൻ എന്നായിരിക്കും. അപ്പം ഈ പറയുന്ന അസെറ്റാബുലത്തിന്റെ സെൻട്രൽ പോർഷനിലും യു ക്യാൻ ഫൈൻഡ് എ ഫോറാമൻ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി അസെറ്റാബുലാർ ഫോറാമൻ. The edge or rim of the acetabulum is drawn into a process called anti-trochanter. അപ്പം അതായത് ഈ പറയുന്ന നമ്മൾ ഇതിൽ റെപ്രസെൻറ്റേഷൻ പോസിബിൾ അല്ല. ഈ പറയുന്ന സ്ട്രക്ചറിൽ അത് 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. എനിവേ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. Rim of the acetabulum is drawn into a process called the anti-trochanter and it will be working against trochanter of the femur. Trochanter നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഏതാ ട്രോച്ചാൻഡർ എന്ന് പറയുന്നത്? നമ്മൾ ഹെഡ് കണ്ടു ഫീമറിൻ്റെ, ഇവിടെ ഒരു ചെറിയ പ്രോസസ്സ് കണ്ടു. ഓക്കെ, അപ്പം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അസെറ്റാബുലത്തിലുള്ള ഒരു പോർഷനാണ് എന്ത്? ആൻറ്റി ട്രോച്ചാൻഡർ. അപ്പം ട്രോച്ചാൻഡർ നമ്മൾ ഓൾറെഡി അറിയാം. അതിനെതിരെ പ്രവർത്തിക്കുന്ന, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, എന്ന് വെച്ചാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആക്ഷൻ എന്നല്ല,
അത് പരസ്പരം ഇങ്ങനെ നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെ പേരെന്താണ്? ആന്റി ട്രോച്ചാൻഡർ. ഓക്കെ, അസറ്റാബുലത്തിന്റെ റിഡ്ജിൽ കാണുന്ന പോർഷനാണ് ആന്റി ട്രോച്ചാൻഡർ എന്നുള്ളത്. Now, ilium is long and flat bone, convex anteriorly and concave posteriorly. അപ്പം ഇത് ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാന്നേ ഉള്ളൂ. കാരണം ഈ ഫിഗർ വെച്ചിട്ട് നമുക്കതൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഒറിജിനൽ ബോൺ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. It remains fused with the synsacrum all along its dorsal border. It has two portions, namely pre-acetabular portion. പേരിൽ തന്നെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂല അല്ലേ? അസറ്റാബുലത്തിന് മുമ്പുള്ള പോർഷൻ, പ്രീ അസറ്റാബുലാർ പോർഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി അസറ്റാബുലം ആൻഡ് പോസ്റ്റ് അസറ്റാബുലാർ പോർഷൻ ബിഹൈൻഡ് ദി അസറ്റാബുലം. സോ യു ക്യാൻ ഡിഫൈൻ ടു റീജിയൻസ് വിത്തിൻ ദി ഇലിയം. Okay, so the two regions are nothing but the pre and post acetabular region. So you can find it here, pre acetabular, post acetabular region. Okay, pre acetabular. So pre എന്ന് പറയുന്നത് നമ്മൾ മുമ്പിൽ നിന്ന് ബാക്കോട്ടാണ് പോകുന്നത്. അപ്പം അസറ്റാബുലം എത്തുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി അസറ്റാബുലം. അതൊന്ന് ഓർമ്മിച്ചേക്കണേ. അല്ലാതെ പ്രീ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്കിൽ എന്ന് വിചാരിച്ചേക്കരുത്. നമ്മൾ മുമ്പിൽ നിന്നല്ലേ, തലയോട്ടിയിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ബോൺ ഓരോന്നും പറഞ്ഞു വന്നത്. അപ്പം അസറ്റാബുലം എത്തുന്നതിന് മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, സോ പ്രീ acetabular and the post acetabular part of the ilium. Now, ischium എന്ന് പറയുന്നത് it's a flat and broad bone that remains fused with the post acetabular portion of the ilium. So, ischium is in fusion with the post acetabular portion of the ilium. So, in between ilium and ischium is the Ilioisiatic Foramen for the passage of blood vessels. You can find it here, Ilioisiatic Foramen. Okay, the ischium പോസ്റ്റ് അസറ്റാബുലാർ പോർഷനായിട്ട് ഫ്യൂസ് ചെയ്ത് കിടക്കുന്ന ഇലിയത്തിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഒരു ജംഗ്ഷനിൽ എന്നിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫോർ ദ പാസേജ് ഓഫ് ബ്ലഡ് വെസൽസ്. അതിനെന്താ വിളിക്കുന്നത്? ഇലിയോഇഷിയാറ്റ്. പേര് നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റും, കാരണം അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഇലിയം ആൻഡ് ഇഷിയാണ്. അതുകൊണ്ട് ഇലിയോഇഷിയാറ്റിക് ഫൊറാമൻ. ഓക്കെ, അങ്ങനെ പ്യൂബിസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം അല്ലേ, ഒരു ഷാർപ്പായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ബോണാണ് എന്ത് പ്യൂബിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂബിസ്. അപ്പം ആ പ്യൂബിസും ഇഷ്യത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഹോൾ പോലെ ഇവിടെ കാണാം. അതിനെന്ത് വിളിക്കുന്നു? ഒബ്റ്റ്യൂറേറ്റർ ഫോറാമൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ പ്യൂബിസ് ഈസ് ലോങ്, സ്ലെൻഡർ ആൻഡ് സ്ലൈറ്റ്ലി കേർവ്ഡ് അല്ലേ, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്തിരുന്നത്. It is separated from the ischium by the gap called obturator foramen. So neither the ischia nor the pubis of the two sides form symphysis. ഓസ്ട്രിച്ചിൽ എന്തുണ്ട്? ഈ പ്യൂബിക് സിംഫൈസിസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓസ്ട്രിച്ചിൽ പ്യൂബിക് സിംഫൈസിസ് കാണുന്നുള്ളത് എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ വിച്ച് അമംഗ് ദ ഫോളോയിങ് ബേർഡ്സ് ഹാവ് എ പ്യൂബിക് സിംഫൈസിസ്? ഇതാണ് ഓസ്ട്രിച്ച്. മറന്നു പോകരുത്, ഓസ്ട്രിച്ച് ആണത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഹൈൻഡ് ലിംബ് ആൻഡ് ദ പെൽവിക് girdle. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എളുപ്പമാണ് കാര്യങ്ങൾ, പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത്. പിന്നെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്സ്, സ്കെലറ്റൻ, അതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ 6 വീഡിയോ ആണ് ചെയ്തത്, എല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പം അത് കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് ആ സ്കെലറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് പഠിച്ചു വെക്കുക. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് വരാം. ഞാൻ ക്ലാസ് എടുക്കുന്നതിലിടയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് 3 മാർക്കിനും വരാം, അല്ലെങ്കിൽ 2 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് 5 മാർക്കിനും വരാം. ഓക്കെ, അപ്പം ആ ഒരു ടൈപ്പിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ സീ യു, ബൈ ബൈ.